തോന്നാറില്ലേ, വല്ലായ്മ തോന്നാറില്ലേ എന്നൊക്കെ കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യത്തിന്, എന്തിന്? നമ്മള് പിന്നെ വണ്ടി ഓടിക്കുമ്പോ പിന്നെ വേറെ വായ കൊണ്ട് മിണ്ടൂല്ലോ അല്ലേ. ഇവിടെ തിരക്കൊന്നും ഇല്ല ചേട്ടാ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഇന്നലെ ഇട്ട ലോങ് വീഡിയോയ്ക്ക് പോലും അത്രയേറെ സപ്പോർട്ട് വന്നത് അത് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം കമന്റ് ഒന്നും എഴുതാതിരിക്കുന്നവര് പോലും നമ്മുടെ വീഡിയോ കാണുമ്പോഴത്തേക്കും കമന്റ് എഴുതുമ്പോഴത്തേക്കും അത് ഒത്തിരി കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ് എഴുതുകയാണ്. അതൊക്കെ കാണുമ്പോ എന്ത് സന്തോഷാന്ന് അറിയാമോ? ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളതേ 3 പേരും കൂടിയിട്ട് മലയാറ്റൂർ യാത്രയിലായിരുന്നു പോയത്. ആ മലയാറ്റൂർ യാത്രയുടെ വീഡിയോ നമ്മൾ നാളെ വൈകിട്ട് 7 മണിക്കിടും. അപ്പൊ ദാ നമ്മള് ഇന്നിപ്പം വന്നിരിക്കുന്നത് തിരിച്ചു പോയപ്പോഴാണ് നമ്മളൊരു കമന്റ് കണ്ടത്. ഇപ്പം ഇന്നലെ നമ്മളിട്ട വീഡിയോയില്, ഡാൻസ് വീഡിയോയില്, ഇൻസ്റ്റഗ്രാമിലാകട്ടെ, യൂട്യൂബിലാകട്ടെ, ഫേസ്ബുക്കിലാകട്ടെ, എല്ലായിടത്തും കമന്റ് വന്നതെല്ലാം ഞാനും ആൻസുകൂട്ടനും കളിക്കുന്നത് ആരും ശ്രദ്ധിച്ചില്ല. ചേട്ടനെ മാത്രമാണ് എല്ലാവരും നോക്കിയത്. എല്ലാവരുടെയും കണ്ണിൽ ചേട്ടനാണ്. എന്റെ പൊന്നോ, ചേട്ടനെ കുറിച്ച് തന്നെയുള്ള കമന്റ് വന്നു. അപ്പം അതിലൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ, ചേട്ടനെ കുറിച്ച് എന്താണ് ഇങ്ങനെ പൊക്കി പറയുമ്പോ അതിൽ അസൂയ തോന്നാറില്ലേ, കുശുമ്പ് തോന്നാറില്ലേ, വല്ലായ്മ തോന്നാറില്ലേ എന്നൊക്കെ കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യത്തിന്, എന്തിന്? ചുമ്മാ കിടന്ന ഒരു പാറക്കല്ലിനെ എടുത്തിട്ട് തേച്ച് മിനുക്കി 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 അതിനെ ഭംഗിയാക്കി എടുത്ത് അതിനെ ഞാനൊരു ഡയമണ്ട് ആക്കി മാറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചത്. അപ്പൊ ചേട്ടന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന എല്ലാ കഴിവുകളെയും നമ്മളിപ്പോ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചേട്ടന്റെ വിജയമാണ്. കാരണം ആദ്യം മൊബൈൽ കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ക്യാമറ കാണുമ്പോഴത്തേക്കും ഓടിക്കൊണ്ടിരുന്ന ഒരു ചേട്ടനെ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പൊ ചേട്ടനാണ് ഇപ്പൊ എന്റെ വീഡിയോ എടുക്കണില്ല, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ വീഡിയോ എടുക്കാനൊന്നും ആരും വരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുമ്പോഴൊന്നും വീഡിയോ എടുക്കണില്ല, ഇങ്ങനെ പറഞ്ഞിപ്പം വീഡിയോ എടുക്കാനായിട്ട് മുന്നിലേക്ക് വന്നിരിക്കുന്നതും ചേട്ടനാ. അപ്പൊ ഇന്നലെ ആണെങ്കിൽ ഡാൻസ് ഒക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ഭയങ്കര കംഫർട്ടബിൾ ആയി. ചേട്ടൻ്റെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും ഒരു ഡാൻസ് വീഡിയോ ഇടണമെന്ന് ചേട്ടൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞ്. അപ്പൊ പിന്നെ എന്താ കുഴപ്പമിരിക്കുന്നത്? അതിലെനിക്ക് അഭിമാനമല്ലേ ഉള്ളൂ, അതിൽ അസൂയപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ എന്നെക്കാളുപരി ആൻസിനെയും ചേട്ടനെയും ഒക്കെ എല്ലാരും ഇങ്ങനെ പറയുമ്പം, അല്ലെങ്കിൽ ആൻസിനെ മാറ്റിയെടുത്തിട്ട് ചേട്ടനെ ഇങ്ങനെ പറയുമ്പോ എനിക്കത് സന്തോഷമാ. കാരണം നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനുശേഷം ചേട്ടന്റെ ഓരോ മാറ്റങ്ങളും നമ്മളെ വീഡിയോയിലൂടെ വരുന്നതാ. ചേട്ടനോട് ഞാനാണെങ്കിൽ തുടരും മൂവി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിലെ വൈറൽ ഡാൻസ് ഉണ്ടല്ലോ ലാലേട്ടൻ കളിക്കുന്നത്, ആ ഒരു ഡാൻസ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോഴും എൻ്റെ ഇൻസ്റ്റയിൽ അത് സേവ് ആയിട്ട് കിടക്കുകയാണ്. ചേട്ടനെ ഒന്ന് കിട്ടിയിട്ട് അതിൽ ചേട്ടനെ കൊണ്ടൊന്ന് കളിപ്പിക്കണം. ഇപ്പൊ ആ മൂവി ഇറങ്ങിയിട്ട് ഇപ്പം 2 കൊല്ലത്തോളമായി. പക്ഷെ ചേട്ടന് ഇപ്പൊ കളിക്കാം, നാളെ കളിക്കാന്ന് പറഞ്ഞ് ചേട്ടൻ എന്നെ പറ്റിച്ചതല്ലാതെ കളിക്കാൻ വന്നില്ല. പിന്നെ കഴിഞ്ഞ ദിവസമാണേലും ആ വീഡിയോ എടുത്തപ്പം നമ്മള് എന്ത് പാടുപെട്ടാന്നറിയാ. ആദ്യം നമ്മൾ ഞാനും ആനസും തന്നെ കളിച്ച് കാണിച്ചു കൊടുത്തു. പിന്നെ വേറൊരു അപ്പനും മോളും കളിക്കുന്നൊരു വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ആ വീഡിയോ എടുത്തത് തന്നെ. അപ്പം ആ വീഡിയോ ചേട്ടനെ കുറേ തവണ കാണിച്ചു. അങ്ങനെ നമ്മൾ മൊബൈൽ സ്റ്റാൻഡൊക്കെ എടുത്ത് മുറ്റത്ത് ഇറക്കി കൊണ്ട് വെച്ചു. അങ്ങനെ വീഡിയോ എല്ലാം കാണിച്ച് ഞാനും ഇങ്ങനെ ഡാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറയാ ഇനി അത് നാളെ ചെയ്യാം വീഡിയോ, ഞാൻ നാളെ കളിച്ചോളാം, അതുകൊണ്ട് ഞാൻ നാളെ കളിച്ചോളാം, ഇപ്പൊ അത് എടുത്തോണ്ട് പോക്കോളാം പറഞ്ഞതാണ് കേട്ടാ. നല്ല ബ്ലോക്കാണ് കേട്ടോ ഇവിടെ. ഇപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാരും തിരിച്ചു പോകുന്നത്. എന്നിട്ട് ഞാൻ നിർബന്ധിച്ച് എന്ത് പാടുപെട്ടാണോ ചേട്ടനെ അവിടെ ഒന്ന് നിർത്തി ആ ഡാൻസ് ഒന്ന് കളിപ്പിച്ചത്. പക്ഷെ ഒരു 3 പ്രാവശ്യത്തെ ട്രയൽ നോക്കിയപ്പോഴത്തേക്കും ചേട്ടൻ ഓക്കെ ആയി. എന്നേക്കാൾ അപ്പൊ എനിക്ക് ആദ്യത്തെ തവണ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് സ്റ്റെപ്പ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ 2ാമത് റീടേക്ക് എടുക്കുക ചെയ്തത്. അങ്ങനെ ഇപ്പം വീണ്ടും നമ്മള് പിന്നെ ചേട്ടനെ കൊണ്ട് കളിപ്പിച്ചു. അത് ഓക്കെ ആയി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.
ഫേസ്ബുക്കിലൊക്കെ കമന്റ് വന്നു, ആ ജാക്സൺ ചേട്ടന്റെ സ്റ്റെപ്പ് ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടനെ അറിയുന്നവരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടന് പിന്നെ കമന്റ് ഒക്കെ വായിച്ചു കൊടുക്കുമ്പോ ചേട്ടനത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ചേട്ടൻ കമന്റ് ഒന്നും എടുത്ത് നോക്കാറില്ലേ. ചേട്ടൻ എടുത്ത് എങ്ങനെ എടുക്കണ്ടേന്നൊക്കെ കാണിച്ചു കൊടുത്താലും ചേട്ടൻ അത് മറന്നു പോകും. ആ ചേട്ടൻ്റെ പേർക്ക് പിന്നെ ആ കമന്റ് എടുത്ത് വായിക്കാനൊക്കെ പറയും. അപ്പൊ ഇന്നലെ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ കമന്റ് വായിച്ചപ്പോ ഞാൻ നോക്കിയോ ചേട്ടന്റെ ഫോണിന്റെ സൗണ്ടൊക്കെ കുറച്ച് വെച്ചേക്കുക കമന്റ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള കമന്റ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷം. കാരണം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ചേട്ടൻ മോശമല്ല, ചേട്ടൻ നമ്മുടെ അടുത്തേക്ക് എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ട് വന്നു എന്ന് അറിയുമ്പോഴത്തേക്കും നമുക്കതൊരു സന്തോഷമല്ലേ. നിനക്കെന്താണ് തോന്നുന്നേ? സന്തോഷം. എന്തോഷം? എന്തോഷം? ദോഷമല്ല, സന്തോഷം. അതാ പറഞ്ഞു, സന്തോഷം എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞത്. അവനെ ഒരു വണ്ടി കിട്ടി. ആ വണ്ടി അവനെ വണ്ടി 2 വാങ്ങിച്ചു. ഒരു BMW എടുത്തു, ഒരു അംബാസഡർ എടുത്തിട്ടുണ്ട്. അതിന്റെ സന്തോഷത്തിലിരിക്കണം. കളിപ്പാട്ടാണെങ്കിലും ഇത്രയും പ്രായമായെങ്കിലും കടയിൽ ചെന്നാൽ എപ്പോഴും കളിപ്പാട്ടം തപ്പി കിടക്കുന്ന ഒരു ചെറുക്കനെ ജീവിതത്തിലാണ്. ചേട്ടന് അതിനെ കുറിച്ച് എന്നാ ചേട്ടാ പറയാനുള്ളത്? എനിക്കതിന് അസൂയായിട്ട് വല്ലതും തോന്നിയിട്ടുണ്ടോ? നിങ്ങള് ചേട്ടനെ കുറിച്ച് കമന്റ് ചെയ്യുന്നു. ചേട്ടനെ ഇങ്ങനെ നല്ല നല്ല സപ്പോർട്ട് കൊടുത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും ചേട്ടൻ വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ചേട്ടന് ഒരു ഇൻസ്പിറേഷൻ കിട്ടും. എനിക്ക് പിന്നെ ഇൻസ്പിറേഷൻ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് പിന്നെ നോക്കാൻ നെഗറ്റീവ് കമന്റ് ഒന്നും വന്നില്ല കേട്ടോ. ചേട്ടന്റെ ഡാൻസ് വീഡിയോയ്ക്ക് ഒരു നെഗറ്റീവ് കമന്റ് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. അത് വളരെ സന്തോഷമുണ്ട്. ഒന്നും കൊള്ളില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിൽ കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ അസൂയ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇന്നലെ ഇട്ട വീഡിയോ എന്ന് പറഞ്ഞാല് അത് നെഗറ്റീവായിട്ടാരും കമന്റ് ഒന്നും ആ വീഡിയോ ആ സബ്ജക്റ്റിനെ കുറിച്ച് റീമാരേജിനെ കുറിച്ചൊന്നും നെഗറ്റീവ് കമന്റ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അല്ലാതെയൊക്കെ കുറച്ച് മെസ്സേജസ് ഒക്കെ നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിനുള്ളൊരു റിപ്ലൈ ഒക്കെ ആയിട്ട് കൊടുത്തതാണ്. പിന്നെ കമൻസ് നെഗറ്റീവായിട്ടൊന്നും വന്നില്ല. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, അപ്പം റീമാരേജ് ഒക്കെ ചെയ്യുമ്പം എങ്ങനെയാണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ള റിപ്ലൈ ആണ് കേട്ടോ നമ്മൾ കൊടുത്തത്. ഇതും നമ്മൾ പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് തന്നത്. കാരണം അസൂയപ്പെടേണ്ട കാര്യമൊന്നും നമുക്കില്ല. ചേട്ടനെ കുറിച്ച് നല്ലത് പറയുമ്പോൾ എനിക്കത് സന്തോഷമല്ലേ ഉള്ളൂ. കാരണം നല്ലത് കേൾക്കുമ്പോഴത്തേക്കും ചേട്ടന് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. എനിക്കാണെങ്കിൽ ഒരു പെയറില്ലാതെ ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ആൻസൂട്ടറിനെയൊക്കെ ഒന്ന് ഡാൻസ് കളിപ്പിക്കാൻ, ഡാൻസിനോട് വലിയ താല്പര്യമൊന്നുമില്ലേ. അവൻ പിന്നെ ഞാൻ വഴക്ക് കൂടി കൊതി കുത്തിയൊക്കെ ഇരിക്കും. ഞാൻ ഇവൻ്റെ അടുത്ത് മിണ്ടാതെയൊക്കെ ഇരിക്കും. അതുകൊണ്ട് ചുമ്മാ സപ്പോർട്ടിന് വരുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഇവനങ്ങനെ കളിച്ച അവന് പ്രാക്ടീസ് ഒന്നും ചെയ്യാറൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നത് നോക്കി അപ്പ കളിക്കുന്നു എന്നല്ലാണ്ട്. പക്ഷെ ചേട്ടൻ അങ്ങനെയല്ല. നല്ലൊരു സപ്പോർട്ട് കിട്ടിയാൽ കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി നല്ല ഷോർട്സ്, നല്ല റീൽസ് ഇടാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പാട്ടുകളൊക്കെ ഇതുപോലെ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ കയറ്റാൻ പറ്റിയ നല്ല റീൽസ്, നമ്മുടെ ഐഡിയയിലൊക്കെ ആയിട്ട് നല്ല റീൽസൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ കാണുന്നവർക്ക് മനസ്സിനൊരു സന്തോഷമൊക്കെ വരുമല്ലോ. നമ്മൾ നമ്മുടേതായിട്ടൊരു കാര്യം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു മിനിറ്റോ 30 സെക്കൻഡ് ആവട്ടെ, അതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെക്കുന്നതാണ്. ഒന്നാമത് ഇന്നത്തെ കാലത്ത് സമയത്തിനൊന്നും ഒരു കാര്യത്തിന് സമയം തികയൂല. അപ്പൊ പിന്നെ സമയം ഇല്ല ആർക്കും. എന്നിട്ട് പോലും നമുക്ക് വേണ്ടിയിട്ട് അത്രയും സമയം മാറ്റി വെക്കുമ്പം നമ്മൾ ദ ബെസ്റ്റ് അല്ലെങ്കിൽ ദ ഫിനസ്റ്റ് തന്നെ അവർക്ക് ആ ഒരു റിസൾട്ട് അവർക്ക് കൊടുക്കണം. എങ്കിലും അവർക്കതൊരു സന്തോഷമാവില്ലേ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. അപ്പം അങ്ങനെ കുറച്ച് ഐഡിയാസും കുറച്ച് കാര്യങ്ങളും കുറച്ച് പാട്ടും ഒക്കെ മാറ്റി വെച്ചേക്കുവാണ്. ഇനി 2 മാസം ഞാൻ ഫ്രീ ആണ്. അപ്പം അടുത്ത മാസം ഫ്രീ ആണ്. അപ്പം ആ സമയത്തൊക്കെ നമുക്ക് കുറേ വീഡിയോസൊക്കെ ചെയ്യണം, റീൽസൊക്കെ ചെയ്യണം. ചേട്ടനെ വെച്ചിട്ട് ഭയങ്കര ഐഡിയയിലൊക്കെ ചെയ്യണം.
ഇന്നാണെങ്കിലും മലയാറ്റൂർ പോയപ്പം ഞാൻ ചേട്ടന്റെ കുറച്ച് അടിപൊളി കുറച്ച് സ്റ്റിൽസ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് വീഡിയോസ്, ഒരു 2 seconds 3 seconds ഒക്കെ ആയിട്ടുള്ള വീഡിയോസ്, അതെല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് നമ്മൾ പൊളിയാക്കണം എന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കുന്നു. അപ്പം അതിനെ സപ്പോർട്ട് തരുന്നത് ആരാണ്? ബിന്ദു സ്ട്രീംസിലെ ഓരോരുത്തരുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആണ് ഈ ഇരിക്കുന്നത് കേട്ടോ. എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ചിലപ്പോൾ പൊട്ടത്തരമൊക്കെ കാണിക്കും. പൊട്ടത്തരം കാണിക്കുമ്പോൾ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് വഴക്കും കേൾക്കാറുണ്ട് അല്ലേടാ? ഇതെന്തുവാടാ നിന്റെ കയ്യിലിരിക്കുന്നേ? അപ്പൊ കാറും ജീപ്പൊക്കെ കളഞ്ഞിട്ട് ഇപ്പൊ അതെടുത്താണോ കളിക്കണേ? അവന്റെ ചിരി ആൻസിന് ഇത്ര പ്രായമായെങ്കിൽ ആൻസിന്റെ ക്യൂട്ട്നെസ് ഒന്നും കുറഞ്ഞിട്ടില്ല എന്നൊക്കെ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്കടാ, അടുത്ത മാസം 14 വയസ്സാവാൻ പോണ ചെറുക്കനാ സ്ക്രൂ ഡ്രൈവർ എടുത്ത് കളിച്ചോണ്ടിരിക്കും. അടുത്ത ഇലക്ഷൻ ഓട്ടം ഉള്ളവനാന്ന് ഓർക്കണം. അടുത്ത ഇലക്ഷൻ ഇവനൊക്കെ ഓട്ടമുണ്ട്. 5 വർഷത്തെ മന്ത്രിസഭ കഴിഞ്ഞ് കഴിയുമ്പോ അടുത്ത ഓട്ടമൊക്കെ ചെയ്യാനുള്ള ചെറുക്കനായിരുന്നു ഇപ്പൊ ഈ അംബാസഡറും BMW ഒക്കെ വാങ്ങി കളിച്ചോണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ്, ഇതൊക്കെ നമ്മുടെ ഒരു രസമല്ലേ. അപ്പം അതുകൊണ്ട് ഇത് ലൈഫൊക്കെ അല്ലേ, അതുകൊണ്ട് നമുക്കതിലൊരു ബേജാറും വിഷമമൊന്നും ഇല്ല, നമുക്ക് സങ്കടങ്ങള് ഒന്നും ഇല്ല. നമ്മളുള്ളതിനെയൊക്കെ സന്തോഷിപ്പിക്കാനായിട്ട് നോക്കുന്നേ ഉള്ളൂ. പിന്നെ ചേട്ടനെന്താ മിണ്ടാത്തെ? നമ്മള് പിന്നെ വണ്ടി ഓടിക്കുമ്പോ പിന്നെ വേറെ വായ കൊണ്ട് മിണ്ടൂല്ലോ അല്ലേ? ഇവിടെ തിരക്കൊന്നും ഇല്ല ചേട്ടാ. ചേട്ടാ ചെരുപ്പില്ലാതെയാ മല കയറിയത് കേട്ടോ. കൊറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു സെലിബ്രിറ്റി ചേച്ചിയെ കണ്ടിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ കണ്ട നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും തന്നെ, അതില് 1-2 പേര് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും തന്നെ മലയാറ്റൂര് ആ നാട്ടിൽ അവിടെ അടുത്തൊക്കെ ഉള്ളവരൊക്കെ തന്നെയായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് പണം ഇറക്കുന്ന, അതായത് പൊൻപണം ഇറക്കൽ എന്നൊരു ചടങ്ങ് മലയാറ്റൂർ ഇത്ര നാളും വന്ന ഭക്തജനങ്ങളെ നിക്ഷേപിച്ച ആ ഒരു നേർച്ചപ്പണം ഇറക്കുന്ന ഒരു ചടങ്ങ് ആദ്യമായിട്ട് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നേരിട്ട് കാണാൻ പറ്റി. ഒരു പുതു ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ പോയതുകൊണ്ട് അത് കാണാൻ പറ്റി. ഇതെല്ലാം നമ്മൾ വീഡിയോയിലായിട്ട് വിശദമായിട്ട് ഇടുന്നുണ്ട്. അപ്പം നാളെ 7 മണിക്കത്തെ വീഡിയോയിൽ എല്ലാവരും കയറി കാണാനായിട്ട് മറക്കരുത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. നമുക്ക് അങ്ങനെ ആൻസിന്റെ ഫോണിന്റെ പുറകെ നിറച്ച്, ആൻസിന്റെ ഫോണിന്റെ കവർ മാത്രമാണുള്ളൂ, ഫോണിന്റെ ഓ ഇല്ല, അത് മേത്തി അടിപ്പ് മനസ്സിലാക്കി, അത് കട്ടിയില്ലാത്തോണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു പള്ളി ഉണ്ട് കേട്ടാ, കാണാൻ പറ്റില്ല. അപ്പതേ ഇതേ ഉള്ളൂ. നമുക്ക് വീഡിയോയുടെ കമന്റിന് വന്ന റിപ്ലൈ ഇതാണ്. നമുക്ക് അങ്ങനെ ഇല്ല, ചേട്ടനെ കുറിച്ച് നല്ലതെന്ന് മാത്രമേ പറയാവുള്ളൂ. നിങ്ങൾ നല്ല കാര്യങ്ങൾ പറയണം. അപ്പൊ ചേട്ടന് അത് ഒരു എനർജി ചേട്ടന് കിട്ടും, വീഡിയോ ചെയ്യാനുള്ള എനർജി കിട്ടും, ഇൻസ്പിറേഷൻ ആവും, മോട്ടിവേഷൻ ആവും, മോട്ടിവേഷൻ സ്പീക്കർ ആവും. അപ്പൊ നമുക്ക് പിന്നെ വീഡിയോക്ക് കമന്റ് ഇട്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഇന്നലെ ഇട്ട ലോങ് വീഡിയോയ്ക്ക് പോലും അത്രയേറെ സപ്പോർട്ട് വന്നത് അത് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം കമന്റ് ഒന്നും എഴുതാതിരിക്കുന്നവർ പോലും നമ്മുടെ വീഡിയോ കാണുമ്പോഴത്തേക്കും കമന്റ് എഴുതുമ്പോഴത്തേക്കും അത് ഒത്തിരി കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ് എഴുതുകയാണ്. അതൊക്കെ കാണുമ്പോൾ എന്ത് സന്തോഷമാണെന്ന് അറിയാമോ? അതൊക്കെയാണ് ഞങ്ങളെ വീഡിയോ ഇടുന്നതിൽ കിട്ടുന്ന ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഈ കമന്റ് വരുന്നതാണ്, നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകൾ. കാരണം ഈ വീഡിയോ കണ്ടിട്ട് ഇത്ര നേരം ഇരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന് എഴുതണമല്ലോ. അപ്പം അത് നമുക്ക് വേണ്ടിയിട്ട് നിങ്ങളെ സമയം ചെലവഴിക്കുവാണല്ലോ. അപ്പം യൂട്യൂബിലെ ഏണിങ്സ് എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങൾ തരുന്ന കമന്റ് കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയേറെ സന്തോഷമാണ്. അപ്പം കൂടുതലൊന്നും അങ്ങ് ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പൊ സന്തോഷം. ഇനിയും കമന്റ് ഇടണം, സപ്പോർട്ട് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്തതിൽ ചേട്ടനെ ഇവനെയൊക്കെ സപ്പോർട്ട് നല്ല രീതിയിൽ ചെയ്യണം കേട്ടോ. കുറെ കമന്റ് ഒക്കെ ഇടണം, നല്ല കമന്റുകളൊക്കെ ഇടണം. ഞാൻ വായിച്ചു നോക്കിയില്ലേലും ചേട്ടനെ വായിപ്പിച്ച് കേൾപ്പിക്കാനായിട്ട്, ചേട്ടനത് എപ്പോഴും കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പം
അതൊക്കെ ചെയ്യണം. അപ്പം നമ്മളിപ്പം ഇനിയിപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. നമ്മൾ ഉച്ചയ്ക്കൊന്നും ഫുഡ് കഴിച്ചില്ല. നമ്മൾ രാവിലെ പോന്നപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകുന്നല്ലാതെ ഉച്ചയ്ക്കൊന്നും നമ്മൾ കഴിച്ചില്ല. ഉച്ചയ്ക്കൊക്കെ നമ്മൾ മലയിലായിരുന്നു. പക്ഷെ വിശന്നൊന്നുമില്ലായിരുന്നു കേട്ടോ, വിശന്നൊന്നുമില്ലായിരുന്നു. നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മഴയത്തൊക്കെ നമ്മൾ അവിടെ ഇരുന്നു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും ആ ഒരു പൊന്നുംകുരിശിന്റെ അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്നു. മഴ സമയത്തൊക്കെ പൊന്നുംകുരിശിന്റെ അടുത്ത് നമ്മൾ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒത്തിരി നേരം അവിടെ നിൽക്കാൻ പറ്റി. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ ഒരു അനുഗ്രഹമല്ലേ. ഇത്രയേറെ ജനങ്ങൾ വന്ന് ശരിയല്ല ചേട്ടാ, ഇത്ര ആൾക്കാർ വന്നെങ്കിലും ആ പൊന്നുംകുരിശിന്റെ അവിടെ വലിയ ജനങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലേ. ഞാൻ ആദ്യമായിട്ടൊക്കെ ഈ പള്ളിയിൽ വരുമ്പോൾ മലയാറ്റൂർ വന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ്. അപ്പം ആദ്യമായിട്ടൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ ഉന്തി തള്ളി അവിടെ നിന്നൊക്കെ ഇറങ്ങിപ്പോയത്. പക്ഷെ എന്ത് ജനങ്ങളാണ് ഇന്ന് വന്നത്. പക്ഷെ അതിനകത്ത് വലിയ ജനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒക്കെ ഭയങ്കര അനുഗ്രഹം. അപ്പം സന്തോഷം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പൊ വീണ്ടും പുതിയ വിശേഷം. മാജിക്ക് അപ്പൊ നമ്മള് വീണ്ടും പുതിയ വിശേഷം പുതുപുത്തൻ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും. ബൈ.